ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 14 ആണ് ഇനി നോക്കുന്നത്. റിയർ വ്യൂ മിററിൽ എന്തെങ്കിലും ഘടിപ്പിക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുന്നത് ഓപ്ഷൻസ് നോക്കാം. റെഗുലേഷന് വിരുദ്ധമാണ്, അതിൻ്റെ വലിപ്പം അനുസരിച്ച് അനുവദനീയമാണ്, ഒബ്ജക്റ്റ് ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അനുവദനീയമാണ്, വസ്തു മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ആൻസർ റെഗുലേഷന് വിരുദ്ധമാണ്. അടുത്ത ചോദ്യം, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ രണ്ടോ അതിലധികമോ മോട്ടോർ സൈക്കിളുകൾ റോഡിൽ ഓടിക്കുന്ന സ്ഥാനങ്ങൾ ഓപ്ഷൻസ് നോക്കാം. വശം ചേർന്ന്, മോട്ടോർ സൈക്കിളുകൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്റ്റാഗർഡ് ലൈൻ നിലനിർത്തുക, ഒരൊറ്റ വരിയായി പരസ്പരം പിന്നിലേക്ക് യാത്ര ചെയ്യുക. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മോട്ടോർ സൈക്കിളുകൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്റ്റാഗർഡ് ലൈൻ നിലനിർത്തുക. അടുത്ത ചോദ്യം, ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത്. ഓപ്ഷൻസ് നോക്കാം. വൺ വേ റോഡിൽ, പ്രധാന റോഡിൽ, നിശബ്ദ മേഖലയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ നിശബ്ദ മേഖലയിൽ. അടുത്ത ചോദ്യം, രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ്? ഓപ്ഷൻസ് നോക്കാം. ചുവന്ന വെളിച്ചം, വെളുത്ത വെളിച്ചം, നീല വെളിച്ചം, ആംബർ ലൈറ്റ്. ആൻസർ വെളുത്ത വെളിച്ചം. അടുത്ത ചോദ്യം നോക്കാം. MV ആക്ട് 1988 സെക്ഷൻ 131 ഡ്രൈവറുടെ ചുമതലകൾ നിശ്ചയിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ട ചുമതലയെ സംബന്ധിച്ച്, സിഗ്നലും സിഗ്നലിംഗ് ഉപകരണങ്ങളും സംബന്ധിച്ച്, കാവൽക്കാരില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്, അപകടമുണ്ടായാൽ ഡ്രൈവറുടെ ഡ്യൂട്ടി സംബന്ധിച്ച്. ആൻസർ കാവൽക്കാരില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്. അടുത്ത ചോദ്യം, ഏത് ക്ലാസ് വാഹനത്തിലും ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ അനുവദനീയമാണോ എങ്കിൽ ഏത് ക്ലാസ്സിൽ? ഓപ്ഷൻസ് നോക്കാം. അതേ സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ, അതേ AR ഒഴികെയുള്ള കോണ്ടാക്ട് കാരേജിൽ, അതേ EIBയിൽ, ഒരു ക്ലാസ് വാഹനത്തിലും അനുവദനീയമല്ല. ആൻസർ അതേ AR ഒഴികെയുള്ള കോണ്ടാക്ട് കാരേജിൽ. അടുത്ത ചോദ്യം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് കൂടിയാൽ ശിക്ഷാർഹമാണ്. ഓപ്ഷൻസ് നോക്കാം. 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ, 100 ml രക്തത്തിൽ 30 mgയിൽ കുറവായാൽ, 100 ml രക്തത്തിൽ 100 mgയിൽ കൂടുതലായാൽ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ. അടുത്ത ചോദ്യം നോക്കാം. ഡ്രൈവറുടെ അരികിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ വാഹനം നിയന്ത്രിക്കാൻ അസൗകര്യം ഉണ്ടാക്കുന്നു എങ്കിൽ? ഓപ്ഷൻസ് നോക്കാം. RTOയുടെ അനുമതിയോടെയാണ് അനുവദിക്കാം, അനുവദനീയമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ അനുവദനീയമാണ്, ഒരു കുറ്റമല്ല.
ആൻസർ അനുവദനീയമല്ല. അടുത്ത ചോദ്യം, വാണിജ്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം. ഓപ്ഷൻസ് നോക്കാം. മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും, കറുത്ത പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരവും അക്കവും, വെളുത്ത പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും, മഞ്ഞ പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരവും അക്കവും. ആൻസർ മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാം. ഓപ്ഷൻസ് നോക്കാം. ലേണേഴ്സ് ലൈസൻസ് എടുത്ത് അടുത്ത ദിവസം മുതൽ, ലേണേഴ്സ് ലൈസൻസ് എടുത്ത തീയതി മുതൽ 30 ദിവസത്തിന് ശേഷം, ലേണേഴ്സ് ലൈസൻസ് എടുത്ത തീയതി മുതൽ 60 ദിവസത്തിന് ശേഷം, ലേണേഴ്സ് ലൈസൻസ് എടുത്ത തീയതി മുതൽ 90 ദിവസത്തിന് ശേഷം. ആൻസർ ലേണേഴ്സ് ലൈസൻസ് എടുത്ത തീയതി മുതൽ 30 ദിവസത്തിന് ശേഷം. അടുത്ത ചോദ്യം, സ്വകാര്യ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം. ഓപ്ഷൻസ് നോക്കാം. കറുത്ത പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരവും അക്കവും, മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും, കറുത്ത പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരവും അക്കവും, വെളുത്ത പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും. ആൻസർ വെളുത്ത പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും. അടുത്ത ചോദ്യം, നിങ്ങൾ ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു വാഹനം എതിർവശത്ത് നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. വേഗത കൂട്ടി പാലം കടക്കാൻ പരമാവധി ശ്രമിക്കുക, ഹെഡ്ലൈറ്റ് ഇട്ട് പാലം കടക്കുക, മറ്റേ വാഹനം പാലം കടക്കുന്നത് വരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ മറ്റേ വാഹനം പാലം കടക്കുന്നത് വരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക. അടുത്ത ചോദ്യം നോക്കാം. ഹോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. പള്ളി, ക്ഷേത്രം, ആശുപത്രിക്ക് സമീപം, കോടതികൾ, പോലീസ് സ്റ്റേഷന് സമീപം, ജംഗ്ഷനുകളിൽ. ആൻസർ ആശുപത്രിക്ക് സമീപം, കോടതികൾ. അടുത്ത ചോദ്യം, ഒരു സ്വകാര്യ വാഹനത്തിന്റെ രേഖകൾ. ഓപ്ഷൻസ് നോക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ആൻസർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്,
നികുതി ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളെ കയറ്റാനോ ഇറക്കാനോ വേണ്ടി സ്കൂൾ ബസ്സുകൾ നിർത്തുമ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഹോൺ അടിച്ച് മുന്നോട്ട് പോകുക, ഹോൺ മുഴക്കി ഇടതുവശത്തിലൂടെ മുന്നോട്ട് പോകുക, പ്രത്യേക പരിചരണം ആവശ്യമില്ല, വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിലും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുക. ആൻസർ, വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിലും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു വാഹനം ഒരു ചെറിയ റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആർക്കാണ് മുൻഗണന നൽകേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, വലത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും മുൻഗണന ആവശ്യമില്ല. ആൻസർ, പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും. അടുത്ത ചോദ്യം, മോട്ടോർ വാഹനങ്ങളിൽ അനുവദനീയമായ തരം ഹോൺ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എയർ ഹോൺ, മൾട്ടിടോൺ ഹോൺ, ഇലക്ട്രിക് ഹോൺ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ, ഇലക്ട്രിക് ഹോൺ. അടുത്ത ചോദ്യം നോക്കാം. യാത്രക്കാരെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തിയ ബസ്സിൻ്റെ പുറകിലാണ് നിങ്ങൾ. ഓപ്ഷൻസ് നോക്കാം. ക്ഷമയോടെ പുറകിൽ കാത്തിരിക്കുക, ഇടതുവശത്തു നിന്ന് മറികടക്കുക, കാൽനട യാത്രക്കാരിൽ നിന്നും മറികടക്കുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ, ക്ഷമയോടെ പുറകിൽ കാത്തിരിക്കുക. അടുത്ത ചോദ്യം, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇന്ധനം ലാഭിക്കാം. ഓപ്ഷൻസ് നോക്കാം. ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, കുറഞ്ഞ ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ കുറഞ്ഞ വേഗത, ടോപ്പ് ഗിയറിൽ 45 to 55 എന്ന മിതമായ ഏകീകൃത വേഗത. ആൻസർ, ടോപ്പ് ഗിയറിൽ 45 to 55 എന്ന മിതമായ ഏകീകൃത വേഗത. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് പുറം തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രോ കാർബണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, വെള്ളം, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ. ആൻസർ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. അങ്ങനെ ഈ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.